യെസ്, തിരികെ എത്തുമ്പോൾ തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് ബാർ കൗൺസിൽ. ആന്റണി രാജുവിന് നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി നടപടിയെടുക്കും ആന്റണി രാജുവിനെതിരെ എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകും. വിശദമായ വാദത്തിന് ശേഷമായിരിക്കും നടപടി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നോട്ടീസ് നൽകാനുള്ള നടപടിയൊക്കെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമോ? അഭിഭാഷക സമൂഹത്തിനാകെ കളങ്കമുണ്ടാക്കുകയും അങ്ങേയറ്റം നാണക്കേടാവുകയും ചെയ്തു ഈ തൊണ്ടിമുതൽ കേസിലെ കൃത്രിമത്വം എന്നുള്ളതാണ് ബാർ കൗൺസിലിന്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 9 ചേരുന്ന അച്ചടക്ക സമിതി ഈ വിഷയം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 9 ചേരുന്ന അച്ചടക്ക സമിതി യോഗത്തിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക. അതിന്റെ ഭാഗമായി ആന്റണി രാജു ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ബാർ കൗൺസിൽ നോട്ടീസ് അയക്കും. ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അവരുടെ ഒരു മറുപടി കൂടി ലഭിച്ച ശേഷം എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു തീരുമാനത്തിലേക്ക് പോവുക. അതിന് മുന്നോടിയായി ഈ നോട്ടീസിലെ മറുപടി ലഭിച്ച ശേഷം ഹിയറിംഗ് ഉൾപ്പെടെ ഉണ്ടാകും. അതൊരു സ്വാഭാവിക നടപടിയാണ്. അച്ചടക്ക സമിതി, 3 അംഗ അച്ചടക്ക സമിതി ഈ വിഷയം പരിശോധിച്ചതിന് ശേഷം മറ്റു വിശദമായ വാദം കേട്ട ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. സാധാരണഗതിയിൽ ഇത് അഭിഭാഷക സമൂഹത്തിന്റെ വിഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ ഗുരുതര കൃത്യലോപങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു പരാതികളിലൊക്കെ ഈ അച്ചടക്ക സമിതി എല്ലാ മാസവും യോഗം ചേരാറുണ്ട്. ഈ മാസം 9 ഇത് ചേരുന്നത്. ഇത്രയധികം കളങ്കമുണ്ടാക്കിയ അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കിയ ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് അഭിഭാഷക സമൂഹത്തിൽ നിന്ന്, ബാർ കൗൺസിലിൽ നിന്ന് ഈ ആന്റണി രാജുവിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഈ അച്ചടക്ക സമിതി യോഗം ചേർന്ന ശേഷം തീരുമാനിക്കും. ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ക്ലയന്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടുമുതലിൽ കൃത്രിമത്വം കാണിക്കുകയും കോടതി അത് പിടിക്കുകയും അതിനുശേഷം 3 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം, അത് അഭിഭാഷക സമൂഹത്തിന് മൊത്തത്തിൽ വലിയ നാണക്കേട് ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ ബാർ കൗൺസിലിനുണ്ട്. തീർച്ചയായിട്ടും ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് ബാർ കൗൺസിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അഹമ്മദ് മുജ്തബ നൽകിയത് കൊച്ചി.